അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാലിതാ ഞാൻ രാവിലെ ഉണ്ടാക്കുന്ന കടിയെക്കുറിച്ചാട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഈ അരി പറഞ്ഞാൽ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, ഒരു കുറച്ച് വേകുന്ന അരി. ആ അരിയാണിത്. രാത്രി വെള്ളത്തിലിട്ട് കിടന്നാണിത്. അപ്പോൾ രാവിലെ എണീച്ചത് നന്നായി കഴുകി വൃത്തിയാക്കി ഇത് അരച്ചെടുക്കണം. അപ്പോൾ മോന് എണീച്ചില്ല, മോന് ഉറങ്ങിയാണ്, മക്കളാരും എണീച്ചിട്ടില്ല. ഒരു 7 അവർക്ക് 10 മണിയാകുമ്പോൾ സ്കൂളിൽ പോകേണ്ടത്. 10 ഒരു 7 മണിയാകുമ്പോൾ ഞാനത് വിളിച്ചു. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കണത്. പക്ഷേ ഇത് റേഷൻ കടയിൽ കിട്ടിയല്ല കേട്ടോ, ഇത് ഞാൻ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിയാണ്. റേഷൻ കടയിൽ നമുക്കിത് കിട്ടുന്നില്ല. മോനെണീക്കുമ്പോഴത്തേനും എല്ലാ പണിയും ഒരുക്കണം. അതിന് വേണ്ടി ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തിരുമ്പാനിടാനുണ്ട്. തിരുമ്പുന്ന പണിയും മോനെണീക്കുമ്പോഴത്തേന് കഴിക്കണം. ഈ അരിപ്പം ഇത് ഞാനിതാ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കത് അരച്ചെടുക്കണം. ഇതിപ്പോൾ മിക്സി ഞാൻ അരച്ചെടുത്തു. ഇത് നല്ല തരിയില്ലാത്ത വിധമല്ല അരച്ചിട്ടുള്ളത്. കുറച്ച് തരിയൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് തരിയൊക്കെ ഉണ്ട്. ഇനി ഇത് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് കുറുക്കിയെടുക്കണം. അതിൻ്റെ ഇടയിൽ ഇതാ വാഷിംഗ് മെഷീനിലേക്ക് തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സിയും വാഷിംഗ് മെഷീനും രണ്ടും കൂടി വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഒന്നിച്ച്. അപ്പോൾ മിക്സിയൊക്കെ അരി അരച്ചതിന് ശേഷം ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്ന ഇതാണ് ലിക്വിഡാണ് കേട്ടോ. ഇത് പ്രിൻസിൻ്റെ സോപ്പ് പൊടി ഉപയോഗിക്കാറില്ല ഇപ്പം ഞങ്ങൾ. ഇത് ഞാൻ ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, തുള്ളി ഒഴിക്കുന്നുള്ളൂ. നല്ല പതയും മണമാണ് ഇതിന്. കുറേ പേരുടെ കയ്യിൽ ഇതുണ്ടാവും. അപ്പോൾ വാഷിംഗ് മെഷീൻ ഉണങ്ങി കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ, മോനെണീക്കുമ്പോഴത്തേന് പണിയൊക്കെ കഴിച്ചിട്ട് തുണിയൊക്കെ തിരുമ്മിയിട്ട് ആറിയിടണം മോനെണീക്കുമ്പോഴത്തേന്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ രാത്രി തന്നെ ചിരകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഈ പണിയെടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട്, ആ ഒരു പണി ഉപകാരമല്ലേ. ഞാനിത് അടുപ്പത്ത് വെച്ചു. ഇത് കുറുക്കിയെടുക്കണം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിതിപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. വെയിറ്റ് ചെയ്യും കേട്ടോ, കാണാം. അപ്പോൾ ഈ കടി ഉണ്ടാക്കുന്നത് കാസർഗോഡ് ഉണ്ടാക്കുന്ന കടിയാണ് കേട്ടോ. അപ്പോൾ ഈ നാട്ടിൽ ഇത് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട് പറഞ്ഞാൽ മലപ്പുറത്താണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ എൻ്റെ വീട് കണ്ണൂർ. അപ്പോൾ അവിടെ നിന്ന് ഈ കണ്ണൂരൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ. ഈ കാസർഗോഡത്തെ മാത്രം സ്പെഷ്യലാണിത്. ഇപ്പോൾ വീടാകെ ഒരു സൈലൻ്റാണ് കേട്ടോ. ഇനി മക്കളൊക്കെ ഉറങ്ങിയല്ലേ. അപ്പോൾ ഈ മക്കൾ എണീച്ചിട്ടാണ്. 3 ആളുണ്ട് സ്കൂളിൽ പോകുന്നത്. ഒരാൾ പിന്നെ 6ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ആൾ 4ാം ക്ലാസ്സിൽ, പിന്നെ 3ാമത്തെ ആൾ 1ാം ക്ലാസ്സിൽ. അപ്പോൾ അവരെ ഒന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞൊരു യുദ്ധം നടക്കുകയാണ് ഇവിടെ. പറഞ്ഞാലും കേൾക്കില്ല, തല്ലുകൂടലും. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ കിടന്ന് മോനെ നോക്കാനും പറ്റൂല. ഓരോരു കേക്കം വേണം. മുടിയൊക്കെ ഒരു കെട്ടും കേട്ടോ. 2 ആളും മുടിയൊക്കെ ഒരെന്നെ കെട്ടിപ്പോവും. പിന്നെ ടിഫിനൊക്കെ ഒരുക്കി കൊടുക്കണം, പിന്നെ തിന്നാനുണ്ടാക്കി കൊടുക്കണം. അതാണ് കാസർഗോഡത്തെ കടി ഞാൻ ഉണ്ടാക്കുന്ന. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാസർഗോഡുകാരിയാണ് കേട്ടോ. അപ്പോൾ പിന്നീട് ഞാൻ ഒരു 18 വയസ്സ് വരെ ഞാൻ കാസർഗോഡായിരുന്നു. പിന്നെ
18 വയസ്സിന് ശേഷമാണ് പിന്നെ കണ്ണൂരിലേക്ക് താമസം മാറി. പിന്നെ ഇതുവരെ അവിടെ തന്നെയാണ്. എൻ്റെ മോനെ എണീച്ചോട്ടോ. ഇനി മോനെ ഉറക്കിയിട്ട് മോനോ എണീച്ചു വാ. ഇനി മോനൊന്ന് ഉറക്കിയിട്ട് വേണം ബാക്കി പണിയെടുക്കാൻ. എണീച്ചപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഓടിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്തായി നോക്കാം. ഇതൊക്കെ ഇതാ കണ്ട പാകമായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിത് അപ്പം ഉണ്ടാക്കി വെക്കണം. ഇനി നമ്മളുടെ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൽ കുറച്ച് വെള്ളം എടുത്തോ കേട്ടോ. ഇതാ വെള്ളം കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആവി കയറ്റുന്ന പാത്രം ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ട് ഇനി കുറച്ച് മാവ് എടുത്ത് മാവ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇത് പല ഷേപ്പിലുണ്ടാക്കും കേട്ടോ. ഇതാ ഒന്നൊരു ഓവൽ ഷേപ്പിലാക്കി എന്നിട്ടൊരു വിരൽ കൊണ്ട് ഇതുപോലെ ആക്കിയിട്ട് എന്നിട്ട് പാത്രത്തിലേക്ക് വെച്ചെടുക്കുക. ഇത് പല ഷേപ്പിലുണ്ടാക്കും. പിന്നെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ ഉണ്ടാക്കും. നടുക്കൊരു ഹോളിട്ട് ഇത് പാത്രത്തിലേക്ക് വെച്ചെടുക്കുക. ഇതിപ്പോൾ ഈ അരി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഈ അപ്പം ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അപ്പം വെന്തിട്ട് റിസൾട്ട് കിട്ടിയിട്ട് വേണം ചിലപ്പോൾ ഈ അരിക്ക് ചിലപ്പോൾ പ്രത്യേക ഇതുണ്ടാവുമല്ലോ. ഓരോ അരിക്ക് ഓരോ തരം ആയിരിക്കുമല്ലോ. ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ സോഫ്റ്റാണോ ഈ അപ്പം സോഫ്റ്റാണോ, ചിലപ്പോൾ കടിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അപ്പോൾ കടിക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചോറ് ഇട്ടെടുക്കും അരക്കുമ്പോൾ. അപ്പോൾ അപ്പം സോഫ്റ്റായി വരും. പിന്നെ ഒരു ഷേപ്പ് പറഞ്ഞാൽ ഇതാണ്. ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഇതാ ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. ഈ അപ്പത്തിൻ്റെ പേര് ഇതുവരെ പറഞ്ഞല്ലോ. ഈ അപ്പത്തിൻ്റെ പേരാണ് കടുമ്പെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ ഇതുകൊണ്ട് മക്കൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ അക്ഷരങ്ങളുണ്ടല്ലോ, മലയാളത്തിലെ അക്ഷരങ്ങൾ റാ പോലെയാക്കും. ഇതാ റാ പോലെ എങ്ങനെയാക്കും. ഇതാ കുറച്ച് ഉരുട്ടിയിട്ട് നീളത്തിൽ ഉരുട്ടിയിട്ട് ഇതാ ഇത് കണ്ടോ റാ. ഇത് കഴിഞ്ഞില്ല, പൊട്ടിപ്പോയി. ഒന്നുകൂടി ഉരുട്ടണം. കണ്ടോ റാ. മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മിക്കുട്ടിയും പല ചിത്രങ്ങളുണ്ടാക്കും. അമ്മിക്കുട്ടി ഉണ്ടാക്കി കൊടുക്കും. പിന്നെ പ്ലേറ്റ്, പിഞ്ഞാണം, സ്പൂണ് പലതും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ മാവ് കൊണ്ട്. മക്കൾക്ക് തിന്നാനൊരു ഇൻട്രസ്റ്റാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. ഇപ്പോൾ കയ്യിലുണ്ടാക്കാൻ പറഞ്ഞതാ ഇങ്ങനെ ഉരുട്ടിയിട്ട്. സമയമില്ല കേട്ടോ, സമയം ഇല്ലാത്തടത്തുനിന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കണ്ടോ കയ്യിലാണിത്. ഇത് പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിലുണ്ടാവും ഞങ്ങൾക്കത് ഞങ്ങളുടെ ഉമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് പാരമ്പര്യമായിട്ട് ഇത് കൊണ്ടുപോവാണ്. ഇപ്പം എൻ്റെ മക്കളും പറഞ്ഞത് മലപ്പുറംകാരെന്ന് പറയാം. ഇത് അവരൊക്കെ ഭാവിയിൽ ഉണ്ടാക്കുമോ എന്ന് നമുക്കറിയില്ല. സ്പൂണ് കയ്യിൽ ഒക്കെ കണ്ടോ. പിന്നെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അതും ഉണ്ടാക്കും. ചോറുന്ന പ്ലേറ്റാണേ.
ഇത് അരി കുറച്ച് ഞാൻ തോനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ തിന്നിട്ട് ബാക്കിയുള്ള അപ്പം വൈകുന്നേരം തിന്നാനെടുക്കും. സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ ഇത് ഇഷ്ടമുള്ള അപ്പാണിത്. ഇവിടെ വന്നിട്ട് ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ ആർക്കും ഈ അപ്പം അറിയില്ലല്ലോ. ഉണ്ടാക്കിയത് എൻ്റെ ഹസ്ബൻഡ് വെച്ച് ബാക്കി എല്ലാവരും തിന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്. ഹസ്ബൻഡ് തിന്നില്ല, ഹസ്ബൻഡിന് ഇഷ്ടമല്ല. കുറച്ചെൻ്റെ മക്കളുടെ ഫേവററ്റ് ഷേപ്പൊക്കെ ഉണ്ടാക്കി വെച്ച് മുകളിൽ ബാക്കിയുള്ള മാവിനെ ഇതുപോലെ കാട്ടി വെച്ചു കേട്ടോ. ഇപ്പോൾ സമയമില്ല, പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ ഇത് മൂടി വെക്കുകയാണ്. അപ്പോൾ ഇനിയും പറഞ്ഞാൽ അടിച്ചു വാരണം, തുടക്കണം. പിന്നെ ഇതാ മക്കൾ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് സ്കൂളിലേക്ക് പൊരിച്ചെടുക്കണം. ഇത് നമ്മൾ കടുമ്പ് ഇതാ ബന്ധു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ. ഇത് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ചോറിടേണ്ട ആവശ്യമില്ല, സോഫ്റ്റാണ് കേട്ടോ. തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റിയായ ഒരപ്പമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. പിന്നെ കാസർഗോഡുകാർക്ക് മാത്രമല്ല എല്ലാ ജില്ലക്കാർക്കും ഇതുണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് ഞാൻ ഇത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി വീഡിയോ പിടിക്കാനൊന്നും സമയമില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ഒരു ഹായ്.